ഹലോ ഗായ്സ്, അപ്പോൾ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് കരുതി വന്നിരിക്കുകയാണ്. പക്ഷേ എന്ത് മേടിക്കണമെന്നറിയാതെ അന്തം വിട്ട് പണ്ടാരമടങ്ങി നിൽക്കുകയാണ് ഗൈസ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എനിക്ക് മേടിക്കേണ്ട ലിസ്റ്റ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് മേടിക്കേണ്ട ലിസ്റ്റുകളിലുള്ള സാധനങ്ങൾ ഇതാ ഞാൻ ഓരോന്നായി എടുത്തിരിക്കുകയാണ്. ഒരു പോപ്കോൺ എനിക്ക് വേണം. ഇത് പോപ്കോൺ അല്ല, എനിക്കൊരു അണ്ടിപ്പരിപ്പാണ് വേണ്ടത്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് സ്പ്രൈറ്റ് ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ ഞാനൊരു സ്പ്രൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കേക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ എനിക്ക് ചോക്ലേറ്റ് ബോക്സ് ആവശ്യമുണ്ട്. ചോക്ലേറ്റ് ബോക്സ് എനിക്ക് ഓൾറെഡി കിട്ടി. കേക്ക് തിരഞ്ഞു നടക്കുന്ന സമയത്ത് ഞാൻ 2 ടൈപ്പ് ഓഫ് കേക്ക്സ് കണ്ടു. അപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്തതല്ല ഗൈസ്, എനിക്ക് ചോക്ലേറ്റ് കേക്കായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് വീണ്ടും ഒരു കാഷ്യൂവിൻ്റെ ബോക്സാണ്. ആ കാഷ്യൂ ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ഗൈസ്. അതിനുശേഷം ഇനി എനിക്ക് വേണ്ടത് 2 കേളുകളാണ് ഗൈസ്. ഞാൻ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് അഡിക്റ്റാണ് ഗൈസ്. അതിനുശേഷം ഒരു നീല കളറിലുള്ള കുപ്പി, അതും ഞാൻ എടുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എൻ്റെ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും തീർന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ഇല്ല ഗൈസ്, ഒരു സ്പ്രൈറ്റ് കൂടി എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അതും കൂടി ഞാൻ എടുത്തിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് വേണ്ടതെല്ലാം ഇന്നത്തേക്കുള്ളതായി എന്ന് മനസ്സിലാക്കി ഞാനിതായി ടാറ്റ പറഞ്ഞ് എല്ലാവരോടും ടാറ്റ പറഞ്ഞ് യാത്രയാവുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ പോയതിന് ശേഷം മറ്റുള്ളവരെ കൂടി ഞാൻ വാച്ച് ചെയ്യുകയാണ് ഗൈസ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എനിക്കുണ്ട്. അവൻ എന്ത് വേണമെന്ന് നോക്കിയപ്പോൾ അവൻ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ എടുത്ത സാധനങ്ങളുടെ ബിൽ ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ബാർകോഡ് വെച്ച് നമ്മൾ ഓരോ സാധനങ്ങളായി ബിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് സ്ട്രോബെറീസ്, കുറച്ച് ക്യാൻഡീസ് എക്സ്ട്രാ. ഇവനൊരു മിഠായി കുതിയനാണെന്ന് തോന്നുന്നു. കുറേ ക്യാൻഡീസ് അധികം എടുത്തിട്ടുണ്ട്. അയ്യോ, ഇതെന്താ പപ്പടം? അങ്ങനെ അവൻ്റെ ബിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ബിൽ പേ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ കൊടുത്തപ്പോൾ അവൻ കുറച്ച് നോട്ടുകൾ ഇട്ട് തന്നിട്ടുണ്ട്. ഒരു കോയിനും ഇട്ടിട്ടുണ്ട്. 10 രൂപ, 20 രൂപ, ഒരു 5 രൂപ കോയിനാണ് സർ അവൻ തന്നത്. അപ്പോൾ അങ്ങനെ അവൻ്റെ പർച്ചേസിങ്ങും തീർന്ന് അവൻ യാത്രയാവുകയാണ് ഗൈസ്. അവൻ യാത്ര പറഞ്ഞ് പോവുകയാണ്. അവനും പോയി. ഇനി ഈ കടയിൽ ആരൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു ചെക്കനുണ്ട്, പക്ഷേ ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല ഗൈസ്. അയ്യോ, അതെ, ഒരു കള്ളൻ ഓടിപ്പോകുന്നു. അയ്യോ, അവനെ പിടിക്കാൻ കിട്ടിയില്ല ഗൈസ്, അവൻ ഓടിക്കളഞ്ഞു. ഇനി ഇവിടെ എൻ്റെ ഫ്രണ്ട് പിങ്കി ഉണ്ടല്ലോ, ഇവളിതെന്ത് ചെയ്യുന്നു ഇവിടെ? അതുകൂടാതെ മറ്റ് വല്ല ഫ്രണ്ട്സും കാണുന്നുണ്ട്, പക്ഷേ ഇവരാരാണെന്നൊന്നും എനിക്കറിയുന്നില്ല ഗൈസ്. എല്ലാവരും ആശയക്കുഴപ്പത്തിലാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും അന്തം വിട്ട് പഞ്ചാരമടങ്ങി നിൽക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവരെല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്ത് കളയാം. ഇവരെന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് വെജിറ്റബിളിൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടി എടുക്കാം. ഇവളെന്താണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവളെന്തോ ഓർക്കുന്നുണ്ട്. നമ്മളത് സെലക്ട് ചെയ്യുകയാണ് ഗൈസ് വേണ്ടത്. ഇവളെന്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? അയ്യോ, ഒരു ബലൂൺ പോലെ എന്തോ ഒരു സാധനമാണ് ഇവളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സായി. എന്തോ ഒരു സാധനം. ഇനി എന്താ ഇവൾക്ക് വേണ്ടത്? ബ്രക്കൗളി, അത് ഇട്ട് കെട്ടിയിരിക്കുന്നു. ഇനി ഒരു ബലൂണ് പോലെ വീണ്ടും സാധനം. ഇനി മഷ്റൂമാണ് വേണ്ടത് ഗൈസ്. വൃത്തിയുള്ളത് മതി. ഇനി ടൊമാറ്റോ, അത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഫ്രഷ്. ഇനി മഷ്റൂം തന്നെ വീണ്ടും വേണം. ഇനി അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി സ്ട്രോബെറിയാണ് ഗൈസ്. നല്ല സ്ട്രോബെറി ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. അതിട്ട് കൊടുത്ത് ബനാന വേണം. അയ്യോ, ബനാന, നല്ല വൃത്തിയുള്ള ബനാനയൊന്നും പോകുന്നില്ല. ഓക്കെ, കിട്ടിപ്പോയി. ഇനി ഒരെണ്ണമുണ്ടല്ലോ, ഗ്രേപ്സ് തന്നെയാണ് വീണ്ടും വേണ്ടത്. ഇനി ഗ്രേപ്സ് തന്നെ വേണം വീണ്ടും. സ്ട്രോബെറി അഗെയിൻ. പിന്നെ എന്ത് വേണം എന്നറിയുന്നില്ല ഗൈസ്. അപ്പോൾ ഇവളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവളുടെ ആവശ്യങ്ങൾ തീരുന്നില്ല. ഇതൊരു അക്ഷയ പാത്രമാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അവളുടെ ആവശ്യങ്ങൾ തീർന്നു പോയിരിക്കുകയാണ് ഗൈസ്. അവൾ ചിരിക്കുന്നുണ്ട്, ടാറ്റ പറയുന്നുണ്ട്, ബൈ ബൈ, സീ യു. അവൾക്കൊപ്പം ഞാനും പോവുകയാണ് ഗൈസ്.